നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയുമായും ഇസ്രയേലുമായുമുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഇറാൻ. ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാൻ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 16 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ വ്യാപാര അന്വേഷണം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശ രാജ്യങ്ങളിലെ അമിതമായ ഉൽപാദന ശേഷിയും ഇത് ആഗോള വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതവുമാണ് അന്വേഷണത്തിന്റെ പ്രധാന വിഷയം. ട്രംപ് ലക്ഷ്യമിടുന്നത് സുപ്രീം കോടതി റദ്ദാക്കിയ ആഗോള നികുതികൾ മറികടന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള പുതിയ തന്ത്രം. ബ്രിട്ടൻ വിട്ടുപോകുന്നതിന് അഭയാർത്ഥി കുടുംബങ്ങൾക്ക് 40,000 പൗണ്ട് വീതം നൽകിയതായി റിപ്പോർട്ട്. തുക നൽകിയത് എത്ര കുടുംബങ്ങൾക്ക് വ്യക്തമാക്കാതെ ഹോം ഓഫീസ്. ബ്രിട്ടനിൽ കഴിയാൻ അവകാശമില്ലാത്ത കുടുംബങ്ങൾക്ക് രാജ്യം വിട്ടുപോകാൻ 10,000 പൗണ്ട് വരെ ലഭിക്കും. ഓഫർ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ നൽകിയിട്ടുള്ളത് 7 ദിവസത്തെ സമയപരിധി. പദ്ധതി എത്ര പേർ പ്രയോജനപ്പെടുത്തിയെന്നതിൽ വ്യക്തതയില്ല. ഇറാൻ യുദ്ധം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ യുകെയിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുമെന്ന് മുന്നറിയിപ്പ്. ചരക്ക് ഗതാഗത നിരക്ക് വർദ്ധിപ്പിക്കുകയും ചരക്കുകൾ എത്തുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്യുന്നത് വില വർധനയ്ക്ക് കാരണമാകുന്നു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വന്നത് ചരക്കു ഗതാഗതത്തിന് തടസ്സമാകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാം. ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് യാത്രാനുമതി നൽകാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയിലേക്കുള്ള 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. നിർണായക തീരുമാനമുണ്ടായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചകളിൽ. CPM നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തന്നെക്കുറിച്ച് വിവിധ വാർത്തകൾ പുറത്തുവരുന്നുവെന്നും താൻ മത്സരിക്കുമെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നും ജി സുധാകരൻ. UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നും ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും സംസാരിച്ചിട്ടില്ല എന്നും മുൻ മന്ത്രി. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചില്ല എന്നും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയതെന്നും ജി സുധാകരൻ. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് മുൻ ദേവസ്വം മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ. 10 വർഷത്തിനിടെ താൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല എന്നും ആരുടെയും സാമ്പത്തിക തർക്കങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നും കടകംപള്ളി. ആരാണ് പ്രതിഭയെന്നറിയില്ല എന്നും അങ്ങനെ ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെട്ടതായി ഓർക്കുന്നില്ല എന്നും മുൻ മന്ത്രി. വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കി. നടപടി കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം എല്ലാ ഭാരവാഹികളെയും സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കി. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാൻ കോടതിയുടെ ഉത്തരവ്. വാർത്തകൾ വിശദമായി. അഭയാർത്ഥി കുടുംബങ്ങൾക്ക് സ്വമേധയാ ബ്രിട്ടൻ വിട്ടുപോകുന്നതിന് 40,000 പൗണ്ട് വീതം നൽകിയതായി റിപ്പോർട്ട്. എന്നാൽ എത്ര കുടുംബങ്ങൾക്ക് ഈ തുക നൽകിയിട്ടുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്താൻ ഹോം ഓഫീസ് വിസമ്മതിക്കുകയാണ്. ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് കൊണ്ടുവന്ന ഈ പദ്ധതി എത്ര പേരെ പ്രയോജനപ്പെടുത്തിയെന്നതിലും വ്യക്തതയില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഇതിനോട് സമാനമായ മറ്റൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് ബ്രിട്ടനിൽ കഴിയാൻ അവകാശമില്ലാത്ത കുടുംബങ്ങൾക്ക് അവർ രാജ്യം വിട്ടുപോകാൻ സമ്മതിച്ചാൽ 10,000 പൗണ്ട് വരെ ലഭിക്കും. ഇതിനോടകം തന്നെ 150 കുടുംബങ്ങളോട് ഇതിനായി അപേക്ഷിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്ന കാര്യം ഹോം ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ഓഫർ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ 7 ദിവസത്തെ സമയപരിധിയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അത് ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചു. എന്നാൽ ഇതുവരെ എത്ര പേർക്ക് ഇതിന് അനുകൂലമായി വന്നിട്ടുണ്ടെന്ന കാര്യം വെളിപ്പെടുത്താൻ ഹോം ഓഫീസ് തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് റണ്ണിംഗ് കമന്ററി നൽകാൻ താല്പര്യമില്ല എന്നാണ് ഹോം ഓഫീസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഈ പദ്ധതി വിജയമാണെന്ന് കണ്ടാൽ കൂടുതൽ കുടുംബങ്ങളെ ഇതിന് കീഴിൽ കൊണ്ടുവരുമെന്നാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സൂചന. നിലവിലുള്ള വോളണ്ടറി റിട്ടേൺ സ്കീമിൽ ഒരാൾക്ക് 3,000 പൗണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. അതിനേക്കാൾ ഏറെ ഉദാരമായ സമീപനമാണ് പുതിയ പദ്ധതിയിൽ ഷബാന മഹ്മൂദ് കൈക്കൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ഹോട്ടലുകളിലും മറ്റും താമസിപ്പിക്കുന്നതിന്റെ ഭാരിച്ച ചെലവ് കുറയ്ക്കുന്നതിനാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. 1,58,000 പൗണ്ട് വരെയാണ് അഭയാപേക്ഷ തള്ളിയ ഒരു കുടുംബത്തെ താമസിപ്പിക്കുന്നതിനും തീറ്റിപ്പോറ്റുന്നതിനുമായി സർക്കാർ ഇപ്പോൾ 1 വർഷം ചെലവഴിക്കുന്നത്. ഇറാൻ യുദ്ധം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുമെന്ന് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏറെ ആശങ്കയുളവാക്കുന്ന കാര്യം പിന്നീട് ആ നിരക്കുകൾ ഇപ്പോഴത്തെ നിലയിലേക്ക് താഴാൻ സാധ്യതയില്ല എന്നതാണെന്നും അവർ പറയുന്നു. ഉയരുന്ന ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ഇന്ധന, ഊർജ്ജ നിരക്ക് വർധനകളും ഒപ്പം റദ്ദാക്കപ്പെടുന്ന വിമാന സർവീസുകളും സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില നൽകുന്നതിന് ഉപഭോക്താക്കളെ നിർബന്ധിതരാക്കിയേക്കാം എന്ന് ട്രേഡ് പോളിസി ഫോർ ലോജിസ്റ്റിക്സ് UK മേധാവി ജെയിംസ് മിൽസ് പറയുന്നു. രാജ്യത്ത് ശക്തമായ വിതരണ ശൃംഖല ഉണ്ടെങ്കിലും ഇറാൻ യുദ്ധത്തെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ച് വിടേണ്ടതായി വരുന്നു. ഇത് ചരക്ക് ഗതാഗത നിരക്ക് വർദ്ധിപ്പിക്കുകയും ചരക്കുകൾ എത്തുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്യും. സാധാരണ ഉപയോഗിക്കുന്ന കപ്പൽ ചാനലുകൾക്ക് പകരമായി ചില വിതരണക്കാർ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി 6,000 കിലോമീറ്ററോളം അധിക യാത്ര ചെയ്താണ് സാധനങ്ങൾ UK-യിൽ എത്തിക്കുന്നതെന്ന് മിൽസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതുവഴി ഗതാഗത നിരക്ക് കൂടുമെന്ന
കൂടുമെന്ന് മാത്രമല്ല ചരക്കുകൾ എത്തുന്നതിന് സാധാരണയിലും 2 ആഴ്ച വരെ കാലതാമസം എടുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ചെലവ് കൂടുന്നതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലും സ്വാഭാവികമായും വർധനവുണ്ടാകും. പല സൂപ്പർ മാർക്കറ്റുകളും ചരക്കുകൾ മുൻകൂട്ടി വാങ്ങി സംഭരിക്കുമെന്നതിനാലും തുടർ വില വർധന ഒഴിവാക്കുന്നതിനായി ഇന്ധനവും മൊത്തത്തിൽ വാങ്ങി സംഭരിക്കുമെന്നതിനാലും പ്രതിസന്ധി അവസാനിച്ചാലും വില താഴേക്ക് വരില്ല എന്നാണ് മിൽസ് പറയുന്നത്. എളുപ്പം കേടാകാനിടയുള്ള വസ്തുക്കളുടെ വിലയായിരിക്കും കൂടുതൽ ഉയരുക എന്നും അദ്ദേഹം പറയുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഇതാദ്യമായി ശരാശരി മോർട്ട്ഗേജ് നിരക്കുകൾ 5% മുകളിൽ പോയത് പല വീട്ടുടമകൾക്കും കനത്ത തിരിച്ചടിയായി. ബ്രിട്ടനിലെ 25ലധികം വായ്പാദാതാക്കൾ അവരുടെ ഫിക്സഡ് ഹോം ലോണുകൾക്കായുള്ള നിരക്ക് വർദ്ധിപ്പിച്ചു. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ലോകം മുഴുവൻ പണപ്പെരുപ്പത്തിന് കാരണമാകുന്ന സാഹചര്യത്തിൽ ഈ വർദ്ധിച്ച നിരക്ക് ദീർഘകാലം തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി മോർഗേജ് കുറയുന്ന പ്രവണതയായിരുന്നു ദൃശ്യമായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ പ്രവണത വിപരീത ദിശയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മാത്രം 500ഓളം മോർഗേജ് ഓഫറുകളാണ് വിപണിയിൽ നിന്നും പിൻവലിക്കപ്പെട്ടതെന്ന് മണി ഫാക്ട്സ് പറയുന്നു. ഈ വർഷം നിരക്ക് കുറഞ്ഞ ഫിക്സഡ് റേറ്റ് ഡീലുകൾ കാലാവധി പൂർത്തിയാക്കുന്ന 10 ലക്ഷത്തിലേറെ കുടുംബങ്ങളുണ്ട്. റീമോർഗേജ് ചെയ്യുമ്പോൾ അവർക്ക് ഇനി മുതൽ കൂടുതൽ തുക നൽകേണ്ടതായി വന്നേക്കാം. അതിനാൽ തന്നെ താരതമ്യേന നിരക്ക് കുറഞ്ഞ ഡീലുകൾ എത്രയും പെട്ടെന്ന് ലോക്ക് ചെയ്യാനാണ് മോർഗേജ് എക്സ്പെർട്ടുകൾ നിർദ്ദേശിക്കുന്നത്. ഒരു സാധാരണ 2 വർഷ ഫിക്സഡ് നിരക്ക് 4.93% ഉണ്ടായിരുന്നത് ഇന്നലെ 5.01% വർദ്ധിച്ചു. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഫെബ്രുവരി 27 ഇത് 4.83% കഴിഞ്ഞ ഓഗസ്റ്റ് 6 ശേഷം ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ മോർഗേജ് നിരക്കെന്ന് മണി ഫാക്ട്സ് പറയുന്നു. 5.03% ഉണ്ടായിരുന്ന 5 വർഷത്തെ ഫിക്സഡ് നിരക്ക് ഇപ്പോൾ 5.09% യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇത് 4.95% 5 വർഷം മുൻപ്, അതായത് 2021 9,71,105 വർഷ ഫിക്സഡ് മോർഗേജ് ഡീലുകൾ വെറും 0.91% നിരക്കിൽ വരെ എടുത്തിട്ടുണ്ട്. അന്ന് ശരാശരി 5 വർഷ നിരക്ക് 2.75% അതായത് അന്ന് 25 വർഷത്തേക്ക് 2 ലക്ഷം പൗണ്ട് മോർഗേജ് എടുത്തവർ പ്രതിമാസം 922 പൗണ്ട് ആയിരുന്നു മാസത്തവണകളായി അടച്ചിരുന്നതെങ്കിൽ അതേ ഡീലിൽ നിന്ന് പ്രതിമാസം 1180 പൗണ്ട് വീതം തിരിച്ചടക്കേണ്ടതായി വരും. വാരാന്ത്യത്തിൽ നടത്താനിരുന്ന ഇറാൻ അനുകൂല പ്രകടനം പരിപാടിയിൽ മാറ്റം വരുത്തി ഒരിടത്തു നിന്ന് പ്രതിഷേധിക്കുന്ന പരിപാടിയിലേക്ക് മാറ്റും. അത് തടയുവാൻ തനിക്ക് കഴിയില്ല എന്നാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പറയുന്നത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നതിനാൽ വാർഷിക അൽഖോസ് ദിന മാർച്ച് തടയണമെന്ന മെട്രോപൊളിറ്റൻ പോലീസിന്റെ അഭ്യർത്ഥന നേരത്തെ ഹോം സെക്രട്ടറി അംഗീകരിച്ചിരുന്നു. വരുന്ന ഞായറാഴ്ചയായിരുന്നു മാർച്ച് നടക്കാനിരുന്നത്. ഇപ്പോൾ അതിനു പകരമായി ഒരിടത്ത് മാത്രം കൂട്ടം ചേർന്ന് പ്രതിഷേധിക്കാനാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത്. പബ്ലിക് ഓർഡർ ആക്ടിലെ സെക്ഷൻ 13 അനുസരിച്ച് അധികൃതർക്ക് മാർച്ചുകൾ നിരോധിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഒരിടത്ത് ജനം കൂടുന്നത് നിരോധിക്കാൻ സമാനമായ നിയമങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരിടത്ത് കൂട്ടം ചേർന്നുള്ള പ്രതിഷേധം നിരോധിക്കാനാവില്ല എന്നാണ് ഷബാന മഹ്മൂദ് എംപിമാരോട് പറഞ്ഞത്. അതിനു പകരമായി ഇത് എവിടെ എത്തണമെന്നതും എത്ര സമയം നടത്താമെന്നും ഉള്ളത് പോലീസിന് തീരുമാനിക്കാം. അതുവഴി മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാതെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ കഴിയും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ കുറ്റകൃത്യങ്ങളോ നടക്കുകയാണെങ്കിൽ നിയമാനുസൃത നടപടികൾ കൈക്കൊള്ളാനും പോലീസിന് കഴിയും. തലസ്ഥാനത്തെ അതീവ പ്രാധാന്യമുള്ള ട്രഫൽഗർ ചത്തുരം പോലുള്ള ഇടങ്ങളിൽ ഈ പ്രതിഷേധം നടത്താൻ പോലീസ് അനുവദിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ പരിപാടിയുടെ സംഘാടകരായ ഇസ്ലാമിക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇറാൻ ഭരണകൂടവുമായി ഏറെ അടുപ്പം പുലർത്തുന്നവരാണെന്നാണ് ഹോം സെക്രട്ടറി പറഞ്ഞത്. ബ്രിട്ടീഷ് സൈനിക ആസ്ഥാനങ്ങളെയും സഖ്യകക്ഷികളെയും ഇറാൻ ആക്രമിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനമെന്നും ഷബാന മഹ്മൂദ് ചൂണ്ടിക്കാട്ടി. മോഷണം പോകുന്ന ഫോണുകൾ നിഷ്ക്രിയമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജൂൺ 1 വരെ ഫോൺ നിർമ്മാതാക്കൾക്ക് സമയം അനുവദിച്ച് മെട്രോപൊളിറ്റൻ പോലീസ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിയമ നടപടികളിലൂടെ അത് സാധ്യമാക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മോഷണം പോകുന്ന ഫോണുകൾ ഉപയോഗശൂന്യമാക്കുന്നതുവരെ കമ്പനികൾ ഉപയോക്താക്കളെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് കമ്മീഷണർ സർ മാർക്ക് റൌളി പറയുന്നു. വ്യക്തികൾ മോഷണത്തിനിരയാകുന്ന സംഭവങ്ങൾ ലണ്ടനിൽ വർദ്ധിച്ചു വരികയാണെന്ന് അടുത്തിടെ പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതിൽ ഭൂരിഭാഗം കേസുകളിലും മോഷണ വസ്തു മൊബൈൽ ഫോൺ ആണ് എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആപ്പിളും സാംസങ്ങുമാണ് UK വിപണിയിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന സ്മാർട്ട് ഫോണുകൾ. ഇരു കമ്പനികളും മൊബൈൽ മോഷണം ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോഷണം പോകുന്ന ഫോണുകൾ കരിഞ്ചന്തയിൽ വിറ്റുപോകാതിരിക്കാൻ സഹായിക്കുന്ന ചില ഫീച്ചറുകൾ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ഇരു കമ്പനികളും. എന്നാൽ ഇക്കാര്യത്തിൽ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ അതിവേഗം കൂടുതൽ നടപടികൾ എന്തുകൊണ്ട് കൈക്കൊള്ളുന്നില്ല എന്നാണ് ലണ്ടനിൽ നടന്ന ഇന്റർനാഷണൽ മൊബൈൽ ഫോൺ പ്രൈം കോൺഫറൻസിൽ സർ മാർക്ക് ചോദിച്ചത്. ഫോണുകൾ മോഷണം പോകുന്ന സാഹചര്യത്തിൽ അവശ്യ നടപടികൾ സ്വീകരിക്കാൻ മൊബൈൽ നിർമ്മാതാക്കളെ നിർബന്ധിതരാക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തുന്നതിനായി ഹോം സെക്രട്ടറിയെ സമീപിക്കുമെന്നും സർ മാർക്ക് പറഞ്ഞു. മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങളിലും അത്തരം വകുപ്പുകൾ ഉൾക്കൊള്ളിക്കുന്നതിനായി പ്രേരിപ്പിക്കും. മോഷണം തടയുന്നതിന് അനുയോജ്യമായ പരിഹാരം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോടെ ജൂൺ 1 മുൻപ് സമർപ്പിച്ചില്ല എങ്കിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹോം സെക്രട്ടറിക്ക് കത്തെഴുതുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോണിന്റെ റീസെറ്റിംഗ് പ്രയാസകരമാക്കുക, മൾട്ടിപ്പിൾ ഫാക്ടർ ഒതന്റിക്കേഷൻ, ടൈം ഡിലേ, ഫോണിന്റെ ചില ഭാഗങ്ങൾ ഡിവൈസ് സീരിയൽ നമ്പർ ഒത്തുചേരാതെ വിൽക്കുന്നത് തടയുക, മോഷണം പോകുന്ന ഡിവൈസുകൾ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്യുക തുടങ്ങിയവയാണ് പോലീസ് പ്രതീക്ഷിക്കുന്ന പ്രതിവിധികൾ. അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഇറാൻ. പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചത്.
ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകുക എന്നിവയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. സമാധാന ചർച്ചകൾക്കിടയിലും തങ്ങളുടെ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം ഒഴിവാക്കാൻ അയൽ രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ, പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലും സമാധാനത്തിനുള്ള ഈ നിർദ്ദേശങ്ങൾ ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഈ ഉപാധികൾ പാലിക്കപ്പെടണമെന്നാണ് ഇറാന്റെ നിലപാട്. റഷ്യൻ, പാകിസ്ഥാൻ നേതാക്കളുമായി സംസാരിച്ചതിനു ശേഷമാണ് പെസഷ്കിയാൻ ഈ പ്രസ്താവന നടത്തിയത്. സയനിസ്റ്റ് ഭരണകൂടവും അമേരിക്കയും ചേർന്നാണ് യുദ്ധത്തിന് തിരികൊളുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഇറാന്റെ സായുധ സേനാ വക്താവ് അബുൽ ഫസൽ ഷെക്കർജി കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിയന്റെ തുറമുഖങ്ങൾ US ആക്രമിച്ചാൽ പേർഷ്യൻ ഗൾഫിലെ ഒരു തുറമുഖവും സാമ്പത്തിക കേന്ദ്രവും ഇറാന്റെ പരിധിക്കപ്പുറമാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ തുറമുഖങ്ങളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ മേഖലയിലെ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കക്കാരെ പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷെക്കർജിയുടെ മുന്നറിയിപ്പിന് ശേഷമാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചത്. അധിക തീരുവ നീക്കം US സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തട്ടി പിൻവലിക്കേണ്ടി വന്നതിന് പിന്നാലെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 16 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര അന്വേഷണം പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ആഗോള നികുതി നയങ്ങളിൽ പലതും റദ്ദാക്കിയത് മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലൂടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുകയാണ് ലക്ഷ്യം. 1974 ട്രേഡ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 301 നിയമം ഉപയോഗിച്ചാണ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വിദേശ രാജ്യങ്ങളിലെ അമിത ഉൽപാദനശേഷിയും ഇത് ആഗോള വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതവുമാണ് ഈ അന്വേഷണത്തിന്റെ പ്രധാന വിഷയം. പല രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര ആവശ്യത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ വ്യവസായ മേഖലയെ തകർക്കുന്നുവെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. വലിയ തോതിലുള്ള വ്യാപാര മിച്ചം, കുറഞ്ഞ വേതനം, സർക്കാർ സബ്സിഡികൾ തുടങ്ങിയവ വഴി വിദേശ രാജ്യങ്ങൾ നടത്തുന്ന ഇത്തരം വ്യാപാര രീതികൾ അന്യായമാണോ എന്ന് അമേരിക്ക പരിശോധിക്കും. ഇന്ത്യ, ചൈന എന്നിവയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ, വിയറ്റ്നാം, തായ്വാൻ തുടങ്ങിയ 16 രാജ്യങ്ങളാണ് നിലവിലെ അന്വേഷണ പരിധിയിൽ വരുന്നത്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് നിലവിൽ 150 ദിവസത്തേക്ക് താൽക്കാലികമായി 10% അധിക നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലാവധി അവസാനിക്കുന്ന ജൂലൈ മാസത്തിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി സെക്ഷൻ 301 പ്രകാരം സ്ഥിരമായ ഉയർന്ന ഇറക്കുമതി തീരുവകൾ നടപ്പിലാക്കാനാണ് അമേരിക്കൻ ലക്ഷ്യം. കാനഡയെ ഈ അന്വേഷണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും സമാധാനവും മുൻനിർത്തി പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാൻ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പ്രമേയം പാസാക്കി. ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തെ സമിതിയിലെ 15 അംഗങ്ങളിൽ 13 രാജ്യങ്ങളും അനുകൂലിച്ചു. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു. 135 രാജ്യങ്ങളുടെ പിന്തുണയോടെ ബഹ്റൈനാണ് സുരക്ഷാ സമിതിയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ ആശങ്കകൾ പ്രമേയത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നിലവിൽ നടത്തുന്ന സൈനിക നടപടികളെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശമില്ല എന്നത് ശ്രദ്ധേയമാണ്. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ബാധ്യസ്ഥരാണെന്ന് കാണിച്ച് റഷ്യ ഒരു ബദൽ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. സൈനിക നടപടികൾ പൂർണ്ണമായും നിർത്തണമെന്നാവശ്യപ്പെടുന്ന പൊതു സ്വഭാവമുള്ളതായിരുന്നു റഷ്യ പ്രമേയം. 4 രാജ്യങ്ങൾ മാത്രമാണ് ഇതിനെ അനുകൂലിച്ചത്. 2 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 9 രാജ്യങ്ങൾ വിട്ടുനിന്നു. UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇറാൻ പ്രതികരിച്ചു. ഏകപക്ഷീയമായ ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ല എന്നും ഇറാൻ UN-ൽ വ്യക്തമാക്കി. UK-യിലെ സറേ കൗണ്ടിയിലെ തോണ്ടൺ ഹീത്തിൽ താമസിച്ചിരുന്ന വി ഗോപിനാഥൻ നിര്യാതനായി. മാർച്ച് 1 ഞായറാഴ്ച ക്രോയ്ഡൺ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അന്ത്യകർമ്മങ്ങളും ചടങ്ങുകളും മാർച്ച് 14 ശനിയാഴ്ച രാവിലെ 10:15 മുതൽ 11:45 വരെ ക്രോയ്ഡൺ ക്രിമിറ്റോറിയത്തിലെ ഈസ്റ്റ് ചാപ്പലിൽ വെച്ച് നടക്കും. ചടങ്ങുകൾക്ക് ശേഷം തോണ്ടൺ റോഡിലുള്ള സെന്റ് ജൂഡ് ചർച്ച് ഹാളിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി സ്വീകരണവും ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിന് പകരം ഗോപിനാഥന്റെ സ്മരണാർത്ഥം സെന്റ് ക്രിസ്റ്റഫേഴ്സ് ഹോസ്പിറ്റലിലേക്ക് സംഭാവന നൽകണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനായി ജസ്റ്റ് ഗിവിംഗ് വെബ്സൈറ്റിൽ പ്രത്യേക ലിങ്കും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങുകൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗും ലഭ്യമാകും. ജോയ് ഗോപിനാഥൻ, ജെയിംസ് ഗോപിനാഥൻ, ജയകുമാർ ഗോപിനാഥൻ എന്നിവർ മക്കളും ജോ ശ്രീരാമനും മരുമകനുമാണ്. ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ വെൽഫെയർ സർവീസ് ഗോപിനാഥന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ജീവിതകാലം മുഴുവൻ ലാളിത്യത്തോടെയും സ്നേഹപൂർവ്വമായ സമീപനത്തോടെയും സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ഗോപിനാഥന്റെ വേർപാട് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വലിയ നഷ്ടമായി. അദ്ദേഹത്തിന്റെ സ്മരണകൾ സ്നേഹത്തോടെയും ആദരവോടെയും കുടുംബവും സമൂഹവും എന്നും ഓർക്കുമെന്ന് അനുശോചന സന്ദേശങ്ങളിൽ പറയുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.47 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 92.34 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.64 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.96 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം.
പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ സമ്മതിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് യാത്രാനുമതി നൽകാൻ ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി നടത്തിയ നിർണായകമായ ചർച്ചകളാണ് ഫലം കണ്ടതെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെ പുഷ്പക്, പരിമൾ എന്നീ രണ്ട് ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. മറൈൻ ട്രാഫിക് വെബ്സൈറ്റിലെ വിവരപ്രകാരം ഈ കപ്പലുകൾ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് സമീപത്താണ് ഉള്ളത്. ഹോർമൂസ് കടലിടുക്ക് അടച്ച് ശക്തമായ ആക്രമണം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ അഴിച്ചുവിടുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലും അമേരിക്കയുടെ അടക്കം രണ്ട് കപ്പലുകൾ ഇറാൻ അന്തർവാഹിനി ഡ്രോൺ ഉപയോഗിച്ച് തകർത്തിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യയിലേക്കുള്ള രണ്ട് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി മുംബൈ തുറമുഖത്തേക്ക് വരികയായിരുന്ന ലിബിയൻ പതാക വഹിച്ച മറ്റൊരു കപ്പലിന് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്ന ആദ്യ ഇന്ത്യൻ കപ്പലുകളാണിവ. ഊർജ്ജ പ്രതിസന്ധി മുന്നിൽ കണ്ട് ഏറെ നാളായി ഇറാനുമായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഫെബ്രുവരി 28-നും മാർച്ച് 5-നും ശേഷം മാർച്ച് 10-നാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ മൂന്നാമതും ഫോൺ വഴി ചർച്ച നടത്തിയത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ജയശങ്കർ ചർച്ച നടത്തിയെന്നാണ് വിവരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായി രാജ്യം നേരിടുന്ന LPG ക്ഷാമത്തിൽ ഗ്യാസിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് കമ്പനി നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രഷർ കുക്കർ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ LPG ഉപയോഗം കുറയ്ക്കാനും പാചക സമയം ലാഭിക്കാനും കഴിയുമെന്ന് കമ്പനി പറയുന്നു. ഇന്ത്യയിലെ വീടുകളിൽ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പാചകോപകരണമാണ് പ്രഷർ കുക്കർ. പ്രഷറിൽ ഭക്ഷണം വേഗത്തിൽ പാചകമാകുന്നതിനാൽ സ്റ്റൗ കൂടുതൽ സമയം ഓണാക്കി വെക്കേണ്ടതില്ല. അതുവഴി LPG ഉപഭോഗം കുറയ്ക്കാൻ കഴിയും. സാധാരണയായി പാകം ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നവർക്ക് പ്രഷർ കുക്കർ ഉപയോഗിക്കാം. അരി, പരിപ്പ്, പച്ചക്കറികൾ തുടങ്ങിയവ പ്രഷർ കുക്കറിൽ പാചകം ചെയ്താൽ സമയം കുറയുകയും ഗ്യാസ് ലാഭിക്കാനും സഹായിക്കുമെന്നും കമ്പനി പറയുന്നു. ഇനി പ്രഷർ കുക്കറിൽ ഉപയോഗിക്കുന്ന സെപ്പറേറ്ററുകൾ ഉപയോഗിച്ച് ഒരേ സമയം വിവിധ വിഭവങ്ങൾ പാകം ചെയ്യാനാകുമെന്ന് ഇന്ത്യൻ ഓയിൽ നിർദ്ദേശിക്കുന്നു. മേൽപ്പറഞ്ഞവയെല്ലാം ഒരേ സമയം പാകം ചെയ്യാനുമാകും. ഇവയെല്ലാം വേർതിരിച്ച് കണ്ടെയ്നറുകളിൽ കുക്കറുകളിൽ പാകം ചെയ്യാം. ഇതിലൂടെ ഗ്യാസ് സ്റ്റവ് പലതവണ ഉപയോഗിക്കേണ്ട സാഹചര്യം കുറയും. പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് എന്ന് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷണം വേഗത്തിൽ പാകം ചെയ്യുന്നതിനൊപ്പം LPG ഉപഭോഗം കുറയും. അടുക്കളയിൽ പണിയെടുക്കുന്ന മൊത്തത്തിലുള്ള സമയവും കുറയ്ക്കാം. ഒരേ സമയം പല വിഭവങ്ങളും പാകം ചെയ്യാം. ദൈനംദിന പാചകത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഗ്യാസ് ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടാക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ ഓയിൽ പറയുന്നു. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്കും നേരെ ജമ്മുവിൽ ആക്രമണം. ബുധനാഴ്ച രാത്രി ഗ്രേറ്റർ കൈലാഷ് ഏരിയയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് അക്രമി ഇവർക്ക് നേരെ വെടിയുതിർത്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. NC നേതാവ് BS ചൌഹാന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഫറൂഖ് അബ്ദുള്ളയും സുരേന്ദ്ര ചൌധരിയും എത്തിയത്. ചടങ്ങ് കഴിഞ്ഞു മടങ്ങുന്നതിനിടെ പുറത്തു കാത്തുനിന്ന അക്രമി ലോഡ് ചെയ്ത പിസ്റ്റളുമായി ഫറൂഖ് അബ്ദുള്ളയുടെ തൊട്ടടുത്തെത്തി വെടിയുതിർക്കുകയായിരുന്നു. വെടിവെച്ചുടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ കീഴ്പ്പെടുത്തി. ജമ്മു സ്വദേശിയായ കമൽ സിംഗ് ജംവാൾ എന്നയാളാണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പ്രാഥമികമായി അറിയിച്ചു. ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് ലൈസൻസുള്ള തോക്കാണെന്ന് വിവരമുണ്ട്. വെടിയുണ്ട ലക്ഷ്യം തെറ്റിയതിനാൽ ഫറൂഖ് അബ്ദുള്ള പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ തിരക്കിനിടയിൽ ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്ക് നിസ്സാര പരിക്കേറ്റതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലോഡ് ചെയ്ത പിസ്റ്റളുമായി ഒരാൾക്ക് എങ്ങനെ ഇത്രയും അടുത്തെത്താൻ കഴിഞ്ഞു എന്നത് ഗൗരവകരമാണ് എന്നും NSG ഇസഡ് സുരക്ഷയുള്ള ഒരാൾക്ക് നേരെ ഉണ്ടായ ഈ വധശ്രമം വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്നും മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എക്സ് കുറിപ്പിൽ പറഞ്ഞു. സംഭവത്തിൽ ജമ്മു കാശ്മീർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഖനന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പ്രതിയെന്നും മുഖ്യമന്ത്രിയുടെ ചില നയങ്ങളോടുള്ള പ്രതിഷേധമാണോ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് G സുധാകരന്റെ നിർണായക പ്രഖ്യാപനം. തന്നെക്കുറിച്ച് വിവിധ വാർത്തകൾ പുറത്തു വരുന്നുവെന്നും താൻ മത്സരിക്കുമെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നും G സുധാകരൻ പറഞ്ഞു. ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും സംസാരിച്ചിട്ടില്ല. UDF സ്ഥാനാർത്ഥിയാകുന്നുവെന്നും ആരോടും പറഞ്ഞിട്ടില്ല. MAVP ഇന്നലെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രചരണങ്ങൾ മാത്രമാണെന്നും G സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ച G സുധാകരൻ ആരും നിർബന്ധിച്ചിട്ടല്ല താൻ പാർട്ടിയിൽ ചേർന്നതെന്നും കൂട്ടിച്ചേർത്തു. ഹൈസ്കൂൾ കാലത്താണ് പാർട്ടിയിൽ ചേർന്നത്. 3 ആഴ്ച മുൻപ് മെമ്പർഷിപ്പ് പുതുക്കാൻ ആള് വന്നു. പുതുക്കിയില്ല, അത് വാർത്തയായി. ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് ചോർത്തിയത്. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചിട്ടില്ല. പാർട്ടി ജീവിതം നയിക്കുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്തു. തന്റെ അച്ഛന് വരെ ചില പാർട്ടി അംഗങ്ങൾ പറഞ്ഞു. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയത്. സജി ചെറിയാനെതിരെയും G സുധാകരന് വിമർശനം ഉന്നയിച്ചു. ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്നൊന്നും താൻ പറയില്ല. യഥാർത്ഥ പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥാനത്ത് എത്ര കാലം ഇരുന്നു എന്നതല്ല, എന്തു ചെയ്തു എന്ന് നോക്കണം. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് മുൻ ദേവസ്വം മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ. 10 വർഷത്തിനിടെ താൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല എന്നും ആരുടെയും സാമ്പത്തിക തർക്കങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നും കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു.
ഏതോ ഒരു പ്രതിഭയും ഞാനും ഗൂഢാലോചന നടത്തിയാണ് SIT-യിൽ പോറ്റിക്കെതിരെ പരാതി കൊടുത്തതെന്നാണ് വാർത്ത കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ആരാണ് ഈ പ്രതിഭയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ എന്റെ ജീവിതകാലത്തിൽ ഇടപെട്ടതായി ഞാൻ ഓർക്കുന്നില്ല. 2024-ൽ തുമ്പ സ്റ്റേഷനിൽ വെച്ച് പ്രതിഭ എന്ന സ്ത്രീയുമായി ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരെ വിളിച്ചു ചേർത്ത് എന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് പോറ്റി പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പ്രതിഭ ആരാണെന്ന് മനസ്സിലായി. എന്റെ നിയോജക മണ്ഡലത്തിലെ കൂളത്തൂരിനടുത്ത് ആറ്റിൻകുഴി എന്ന സ്ഥലത്ത് വട്ടിയൂർക്കാവ് MLA പ്രശാന്തിന്റെ അമ്മാവന്റെ വീടിനടുത്ത് സ്കൂൾ നടത്തിയിരുന്ന ആളാണെന്ന് മനസ്സിലായി. 10 വർഷത്തിനിടെ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ സ്റ്റേഷനിലും പോയിട്ടില്ല. കേരളത്തിലെ എവിടെയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. തുമ്പ സ്റ്റേഷനിലെ കെട്ടിട ഉദ്ഘാടന വേളയിൽ സ്ഥലം MLA എന്ന നിലയിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്യാൻ പോയി. ആരുടെയും സാമ്പത്തിക വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിലും ഇതേക്കുറിച്ച് വിളിച്ചു ചോദിച്ച് അവർക്കും ഓർമ്മയില്ല. 2024 അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കി. ഹൈക്കോടതിയാണ് വെള്ളാപ്പള്ളിയെ അയോഗ്യനാക്കി ഉത്തരവിട്ടത്. കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം എല്ലാ ഭാരവാഹികളെയും സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കിയിട്ടുണ്ട്. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനും ഉത്തരവിട്ടു. ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് DIN അഥവാ ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇവരുടെ DIN അക്കൗണ്ടിന് സാധ്യതയില്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. തുടർന്നാണ് കമ്പനി ആക്ടിന്റെ 164(2) പ്രകാരം വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതിക്ക് വീഴ്ച വരുത്തിയെന്നും ഇത് കമ്പനി ആക്ടിന്റെ ലംഘനമാണെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ ഭാരവാഹികൾ 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. 3 വർഷം തുടർച്ചയായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ നടപടി എടുക്കാവുന്നതാണ്. എന്നാൽ SNDP യോഗം സർക്കാരിനെ സമീപിക്കുകയും ഫൈൻ അടയ്ക്കുകയും ചെയ്തു. ഇതോടെ യോഗത്തിന് സർക്കാർ മാപ്പ് നൽകുകയും തുടരാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്താണ് അന്തരിച്ച എഴുത്തുകാരൻ MK സാനുവും SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനും ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തത്. കമ്പനി നിയമപ്രകാരം കമ്പനികൾക്ക് മാത്രമേ ഇത്തരം പിഴവുകളിൽ മാപ്പ് കൊടുക്കാനാവൂ എന്നും വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നും ഇവർ കോടതിയിൽ വാദിച്ചു. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ വമ്പൻ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിന് മിന്നും ജയം. ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ റയൽ എതിരില്ലാത്ത 3 ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തു. സാന്റിയാഗോ ബെർണബ്യൂവിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ റയൽ മാഡ്രിഡിന്റെ ഗോളടി മേളമായിരുന്നു. കിട്ടിയ അവസരങ്ങൾ കളഞ്ഞുകുളിച്ച മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നായകൻ ഫെഡറിക്കോ വാൽവെർദെയുടെ ഹാട്രിക് കരുത്തിലാണ് റയലിന്റെ മിന്നും ജയം. സ്കോറിന് തുടക്കമിട്ടത് 20-ാം മിനിറ്റിൽ. 7 മിനിറ്റിനകം വാൽവെർദെ ലീഡ് ഉയർത്തി. പരിക്കേറ്റ കിലിയൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗ്ഹാമും റോഡ്രിഗോയും ഇല്ലാതെ ഇറങ്ങിയ റയലിനായി വാൽവെർദെ ഹാട്രിക് തികച്ചത് 42-ാം മിനിറ്റിലെ കിടിലൻ ഗോളിലൂടെ. വിനീഷ്യസ് ജൂനിയർ പെനാൽറ്റി പാഴാക്കിയില്ലായിരുന്നുവെങ്കിൽ റയലിന്റെ ലീഡ് ഉയർന്നേനെ. 2ാം പാദ മത്സരം ചൊവ്വാഴ്ച മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് നടക്കും. മറ്റൊരു മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ PSG 2-നെതിരെ 5 ഗോളിന് ചെൽസിയെ തോൽപ്പിച്ചു. ക്യുജാക് ക്വാറസ്കേലിയ PSG-ക്കായി 2 ഗോൾ നേടി. ബാർക്കോള, ഡെംബലെ, വിറ്റീഞ്ഞ എന്നിവരാണ് ആദ്യപാദ ക്വാർട്ടറിൽ PSG-യുടെ മറ്റു സ്കോറർമാർ. ഗുസ്തോയും എൻസോ ഫെർണാണ്ടസുമാണ് ചെൽസിക്കായി ഗോളുകൾ നേടിയത്. അതേസമയം ആഴ്സണൽ സമനില നേരിട്ടു. ബയർ ലെവർകുസെനെ അവസാന മിനിറ്റ് ഗോളിലാണ് ആഴ്സണൽ തോൽവി ഒഴിവാക്കിയത്. ആഴ്സണലിനെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് കായ് ഹാർവേർട്സിന്റെ സ്പോർട്സ് കിക്ക്. നോനി മഡുക്കയെ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി ഹാർവേർട്സ് ലക്ഷ്യത്തിലെത്തിച്ചത് 89-ാം മിനിറ്റിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയുമായും ഇസ്രയേലുമായുമുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഇറാൻ. ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാൻ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 16 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ വ്യാപാര അന്വേഷണം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശ രാജ്യങ്ങളിലെ അമിതമായ ഉൽപാദന ശേഷിയും ഇത് ആഗോള വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതവുമാണ് അന്വേഷണത്തിന്റെ പ്രധാന വിഷയം. ട്രംപ് ലക്ഷ്യമിടുന്നത് സുപ്രീം കോടതി റദ്ദാക്കിയ ആഗോള നികുതികൾ മറികടന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള പുതിയ തന്ത്രം. ബ്രിട്ടൻ വിട്ടുപോകുന്നതിന് അഭയാർത്ഥി കുടുംബങ്ങൾക്ക് 40,000 പൗണ്ട് വീതം നൽകിയതായി റിപ്പോർട്ട്. തുക നൽകിയത് എത്ര കുടുംബങ്ങൾക്ക് വ്യക്തമാക്കാതെ ഹോം ഓഫീസ്. ബ്രിട്ടനിൽ കഴിയാൻ അവകാശമില്ലാത്ത കുടുംബങ്ങൾക്ക് രാജ്യം വിട്ടുപോകാൻ 10,000 പൗണ്ട് വരെ ലഭിക്കും. ഓഫർ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ നൽകിയിട്ടുള്ളത് 7 ദിവസത്തെ സമയപരിധി. പദ്ധതി എത്ര പേർ പ്രയോജനപ്പെടുത്തിയെന്നതിൽ വ്യക്തതയില്ല. ഇറാൻ യുദ്ധം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ UK-യിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുമെന്ന് മുന്നറിയിപ്പ്. ചരക്ക് ഗതാഗത നിരക്ക് വർദ്ധിപ്പിക്കുകയും ചരക്കുകൾ എത്തുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്യുന്നത് വില വർധനയ്ക്ക് കാരണമാകുന്നു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വന്നത് ചരക്കു ഗതാഗതത്തിന് തടസ്സമാകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാം. ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് യാത്രാനുമതി നൽകാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ട്.
ഇന്ത്യയിലേക്കുള്ള 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. നിർണായക തീരുമാനമുണ്ടായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചകളിൽ. CPM നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തന്നെക്കുറിച്ച് വിവിധ വാർത്തകൾ പുറത്തുവരുന്നുവെന്നും താൻ മത്സരിക്കുമെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നും ജി സുധാകരൻ. UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നും ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും സംസാരിച്ചിട്ടില്ല എന്നും മുൻ മന്ത്രി. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചില്ല എന്നും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയതെന്നും ജി സുധാകരൻ. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് മുൻ ദേവസ്വം മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ. 10 വർഷത്തിനിടെ താൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല എന്നും ആരുടെയും സാമ്പത്തിക തർക്കങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നും കടകംപള്ളി. ആരാണ് പ്രതിഭയെന്നറിയില്ല എന്നും അങ്ങനെ ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെട്ടതായി ഓർക്കുന്നില്ല എന്നും മുൻ മന്ത്രി. വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കി. നടപടി കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം എല്ലാ ഭാരവാഹികളെയും സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കി. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാൻ കോടതിയുടെ ഉത്തരവ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.